ബഹുമാന്യനായ രാജേഷ്, ഏറ്റവും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠി, ബഹുമാനപ്പെട്ട ജോർജായി, അംഗങ്ങളെ, ഐക്യം സ്കോളർഷിപ്പിൻ്റെ അർഹരായി വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, ഗ്രേസിൻ്റെ ഡയറക്ടറിലെ ബഹുമാനരായ അംഗങ്ങളെ, വളരെ സന്തോഷകരമായിരിക്കുന്ന ഒരു സമയമാണ് ഗ്രേസിനെ സംബന്ധിച്ചിടത്തോളം. ഗ്രേസ് സോഷ്യൽ സർവീസ് സൊസൈറ്റി ചാരിറ്റി പ്രവർത്തനത്തിനായിട്ട് ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തപ്പോൾ വന്യ തിരുമനസിൻ്റെ നിർദ്ദേശപ്രകാരം ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട ഏബ്രഹാം എന്ന് പറയുന്ന ആളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഐക്കോൺ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അതിൻ്റെ മുഴുവൻ പേരെന്ന് പറയുന്നത് ഇന്ത്യൻ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് നെറ്റ്വർക്കാണ് ഐക്കോൺ. അതിലൂടെ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യുവാൻ കഴിയും എന്ന് പറയുകയും അതിന് ഫോം അയച്ചു തരികയും അതെല്ലാവർക്കും വിതരണം ചെയ്യുകയും ചെയ്തു. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയിരിക്കുന്ന ആളുകളെയാണ് അന്ന് പ്രതീക്ഷിച്ചത്. പക്ഷേ ഐക്കോൺ കൂടുതലും പ്രയാസം അനുഭവിക്കുന്ന, സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്ന ആളുകളെയാണ് സഹായിക്കുവാനായിട്ട് താല്പര്യം കാണിക്കുന്നതെന്ന് പിന്നീട് മനസ്സിലാക്കുകയാണ്. ഏതായാലും നമ്മൾ 40 അപേക്ഷകൾ അയച്ചു കൊടുത്തു. 41ാമതൊരു അപേക്ഷ ഫാക്സ് ചെയ്ത് കൊടുത്തു. അതിൽ ഐക്കോൺ ചെയ്യുന്നത്, ഐക്കോൺ ഒരു പ്രത്യേക ഓർഗനൈസേഷൻ ആണെങ്കിലും ഐക്കോൺ പ്രത്യേകിച്ച് ഫണ്ടുകളൊന്നുമില്ല. ഐക്കോൺ ചെയ്യുന്നത് ആർക്കെങ്കിലും സഹായം ചെയ്യുവാൻ സന്മനസ്സുള്ള ആളുകളെ കണ്ടെത്തി അവരെ ലിങ്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രവർത്തനം മാത്രമാണ് ഐക്കോൺ ചെയ്യുന്നത്. ഐക്കോൺ എന്നല്ല, ഒരു ഫണ്ടല്ല ഐക്കോൺ വിതരണം ചെയ്യുന്നത്. ഐക്കോൺ എന്ന ഓർഗനൈസേഷൻ സഹായിക്കാൻ സന്മനസ്സുള്ള ആളുകളെ കണ്ടെത്തി അവരിൽ നിന്നും പണം കളക്ട് ചെയ്ത് നേരിട്ട് വ്യക്തികൾക്ക്, പാർട്ടികൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ പ്രോഗ്രാമിന് ഐക്കോൺ പേര് റീഡ് എന്ന് പറയുന്ന ഒരു പേരാണ്. അതിൻ്റെ ബോർഡ് ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. അതായത് റിയലൈസേഷൻ എഡ്യൂക്കേഷൻ അസിസ്റ്റൻസ് പാർഷ്യലി എന്നാണ്. ഭാഗികമായ വിദ്യാഭ്യാസത്തിന് ഒരു ഉത്തേജനം കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചെറിയ തുകയാണെങ്കിലും നമുക്ക് 23 കുഞ്ഞുങ്ങൾക്ക് ഒരു ചെറിയ സഹായം വീതം ഇപ്പോൾ ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ 23 കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം +2 മുകളിൽ, +2 മുതൽ ഡിഗ്രി, അതുപോലെ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അതിൽ 23 ആദ്യമേ നമുക്ക് വന്നത് 7 പേരായിരുന്നു ഐക്കോണിൽ നിന്നും തന്നത്. അതിനുശേഷം നമ്മുടെ തീവ്രമായ പരിശ്രമം മുഖാന്തരം നമുക്ക് 23 പേർക്ക് നൽകുവാൻ തക്കമുള്ള പണം ശേഖരിച്ച് 56,000 രൂപയോളം ഇപ്പോൾ നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അത്രയും തുക നമ്മളിവിടെ വിതരണം ചെയ്യുവാൻ തക്കമുള്ള ഒരു ക്രമീകരണമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇതിന് നമ്മുടെ ബഹുമാനപ്പെട്ട രാജേഷ് അമേരിക്കയിലെ ഈ ഐക്കോണുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹം ഇവിടെ എത്തി നമുക്ക് നേരിട്ട് കൊണ്ടുവന്ന് തരാൻ തക്കവണ്ണം, അതിന് ചെലവുകളൊക്കെ കുറയ്ക്കാൻ തക്കവണ്ണം നേരിട്ട് ഇവിടെ എത്തിച്ച് നമുക്ക് തരികയാണ് ചെയ്യുന്നത്. രാജേഷിൻ്റെ പേരൊരിക്കലും ഇവിടെ ഉപയോഗിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല, എന്നോട് പ്രത്യേകം പറഞ്ഞില്ലെങ്കിലും എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത്. കാരണം ഐക്കോണുമായിട്ട് മിസ്റ്റർ എബ്രഹാമായിട്ടാണ് ബന്ധപ്പെട്ടതെങ്കിലും എബ്രഹാം അതിന് അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന നിലയിൽ എന്നെ കാണിച്ചു തന്നത് രാജേഷിനെയാണ്. പിന്നെ എനിക്ക്
രാജേഷുമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെടുവാനായിട്ട് കഴിഞ്ഞത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും രാജേഷിനെ ഞാൻ ആ സമയം അറിയിക്കുകയും അവിടെ നിന്ന് ഈ ഗ്രേസിലേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതാത് സമയത്ത് എന്നെ അറിയിക്കുകയും ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് രാജേഷുമായിട്ട് നല്ല ബന്ധം എനിക്ക് നിലനിർത്തുവാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് പ്രത്യേകമായിട്ട് പലതും വിളിച്ചു പറയുകയൊക്കെ ചെയ്തതുകൊണ്ടൊക്കെ 23 കുഞ്ഞുങ്ങൾക്കുള്ള സഹായം എനിക്ക് തോന്നുന്നു. ഇതിനകത്ത് തന്നെ പണം കിട്ടാതെ വന്നപ്പോൾ രാജേഷ് തന്നെ ചില സ്കോളർഷിപ്പ് സ്വയമായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഈ ലിസ്റ്റിൽ നിന്ന് ചിന്തിക്കുകയുണ്ടായി. കാരണം കൊടുവേരി ഫാമിലിയുടെ സ്കോളർഷിപ്പ് കണ്ടപ്പോൾ സ്വന്തമായിട്ട് തന്നെ ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഒരു വലിയ തുക കൊടുക്കാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ പോലും ധാരാളം ആളുകളെ ഇതിനകത്തേക്ക് പങ്കാളികളാക്കിക്കൊണ്ട് ഇതേറ്റവും ഭംഗിയായിട്ട് നടത്തണമെന്നുള്ളതാണ് ഐക്കോൺ ആഗ്രഹിക്കുന്നത്. ഐക്കോൺ പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന് റേപ്പ് എന്ന് പറയും, ഇപ്പോൾ നമ്മൾ വിദ്യാഭ്യാസപരമായി ഇങ്ങനെ കാര്യങ്ങൾ. രണ്ടാമത്തേത് ഐമാപ്പ് എന്ന് പറയും, അതായത് ഐക്കോൺ മെഡിക്കൽ അസിസ്റ്റൻറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ പ്രോജക്റ്റ്. അത് പാർഷ്യലായിട്ട് ചികിത്സാ കാര്യങ്ങളിൽ സഹായം എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ തികച്ചും ഐക്കോൺ ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും സൗജന്യം ചെയ്യുവാനായിട്ട് ഉള്ള ഒരു ഉദ്ദേശത്തിലാണ്. പലപ്പോഴും നമ്മളിവിടെ കണ്ടുവരുന്നത് പൂർണ്ണമായും സഹായം ചെയ്ത് കഴിയുമ്പോൾ അവർ സഹായം ആവുന്നത്രയും വാങ്ങിയെടുക്കുകയും പിന്നീട് ഈ കൊടുക്കുന്നയാളുമായിട്ടോ സഭയുമായിട്ടോ ഒരു ബന്ധവുമില്ലാത്ത രീതിയിൽ അവർ വീണ്ടും സഹായത്തിന് എപ്പോഴും കൈനീട്ടുന്ന ഒരു തലമുറയായിട്ട് വളർത്തിയെടുക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നത് കാണുന്നുണ്ട്. ഐക്കോൺ ഇപ്പോൾ കൊടുക്കുന്ന തുകകളൊക്കെ ഒന്ന് തിരിച്ചടയ്ക്കാൻ പോകുന്ന ഒരു ക്രമീകരണം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇത് മുഴുവൻ സൗജന്യമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾ കുറേശ്ശെ തിരിച്ചു കൊടുത്ത് എന്നെ സഹായിച്ചതുപോലെ എൻ്റെ ഈ സഹായം ഉപയോഗിച്ച് തന്നെ മറ്റൊരു കുഞ്ഞിനെയും കൂടെ എനിക്ക് സഹായിക്കാൻ കഴിയും എന്നുള്ള ഒരു ചിന്തയോടുകൂടി പ്രവർത്തിക്കാൻ ഒരു പ്രേരണയാണ് നമുക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന എൻ്റെ വിദേശത്തുണ്ടാവുന്ന ഗ്രേസിന് സ്വന്തമായിട്ടൊന്നും ഫണ്ടില്ല. ഇങ്ങനെയുള്ള ഓർഗനൈസേഷനൊക്കെ നമുക്ക് തരുന്ന പൈസ മാത്രമേ നമുക്ക് ഗ്രേസിലൂടെ കൊടുക്കാൻ സാധിക്കൂ. അപ്പോൾ ഗ്രേസ് നിലനിർത്തേണ്ട ആവശ്യമുണ്ട്. ഗ്രേസിനെ ഫണ്ട് റൈസ് ചെയ്യാനും അതിൻ്റെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുവാൻ തക്കോണം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അമേരിക്കയിലോട്ടാണ് വായിക്കുന്നത്. അവിടെ നിന്ന് വാരിക്കോരി എടുത്തിങ്ങോട്ട് അയച്ചതിനുള്ള ഒരു രീതിയൊന്നും അല്ല നമ്മൾക്ക് ഇപ്പോഴത്തെ സാഹചര്യം. അതുതന്നെ യഥാർത്ഥമായും അർഹിക്കുന്നവർക്ക് മാത്രം സഹായം എത്തിക്കണം എന്നുള്ളതാണ് ചാരിറ്റി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവരും ചെയ്യുന്നത്. വാരിക്കോരി കൊടുക്കുന്ന ആ രീതിയൊക്കെ മാറ്റി അങ്ങനെ കൊടുക്കുന്നവരൊക്കെ വീണ്ടും തകർച്ചയിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. അവരൊന്നും രക്ഷപ്പെടുന്നതായിട്ട് കാണുന്നില്ല. അപ്പൊ വീണ്ടും സഹായത്തിന് എപ്പോഴും കൈ നീട്ടുന്ന അനുഭവത്തിലേക്കാണ് വളർന്നു വരുന്നത്. അതുകൊണ്ട് ഐക്കോൺ ചെയ്യുന്നത് നമ്മൾ ഏറ്റവും അർഹിക്കുന്ന ആളുകളെ കണ്ടെത്തി അവരുടെ ആ സാമ്പത്തിക ആവശ്യം എന്താണ്, വിദ്യാഭ്യാസ ആവശ്യമാണോ, വീട് പണിയാണോ, രോഗമാണോ, അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ഐക്കോണിലേക്ക് നമ്മൾ ഈ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ ഐക്കോൺ ചെയ്യുന്നത് നെറ്റ്വർക്കിലൂടെ ഇന്റർനെറ്റിലൂടെ കൊടുത്ത് അതിനെ പരസ്യപ്പെടുത്തി കഴിയുമ്പോൾ അത് കാണുന്നവർ അവരുടെ ഫുൾ ഡീറ്റെയിൽസ് വായിച്ചു കഴിയുമ്പോൾ അവരുടെ മനസ്സിൽ ഉണ്ടാക്കി കഴിയുമ്പോൾ ആ ആളിനെ ഞാൻ സഹായിക്കാം എന്ന് വിചാരിക്കുന്ന ഒരാൾ ഐക്കോണിലൂടെ അത് പാർട്ടിക്ക് നേരിട്ട് കൊടുക്കണം. ഐക്കോൺ അതിനകത്ത് യാതൊരു വിധമായ ബന്ധവും അതിനകത്തില്ല എന്ന് പറഞ്ഞാൽ പാർട്ടിയെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. പാർട്ടിയിൽ നിന്ന് കിട്ടുന്ന പണം നേരിട്ട് ഉപഭോക്താവിനെ അല്ലെങ്കിൽ യഥാർത്ഥ പാർട്ടിക്ക് എത്തിച്ചു കൊടുക്കുന്നു എന്നുള്ള ഒരു വലിയ ശ്രമകരമായ ജോലി മാത്രമാണ് ഐക്കോൺ ചെയ്യുന്നത്. ഐക്കോൺ ഫണ്ട് എടുത്താൽ തരും. അതുകൊണ്ട് നമ്മൾ ഈ 40 അപേക്ഷകളോട് വായിച്ച് 41ാമത്തെ അപേക്ഷ പാസ് ചെയ്ത് 41 അപേക്ഷയാണ് നമുക്ക് ഐക്കോണിട്ട് കഴിഞ്ഞ് ഈ 41 അപേക്ഷയിൽ നമുക്ക് 23 പേർക്ക് മാത്രമേ ഇപ്പോൾ നമുക്ക് സ്കോളർഷിപ്പ് ചെറുതായിട്ട് കൊടുക്കുവാനും കഴിയുള്ളൂ. ബാക്കിയുള്ളവർ കിട്ടിയില്ല എന്നോർത്ത് മാനസികമായിട്ട് വിഷമിക്കരുത്. കാരണം അർഹതയുള്ളവരാണോ എന്നെക്കാളും അർഹത കുറഞ്ഞവർക്ക് കിട്ടിയില്ലോ നമുക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം. നിങ്ങളുടെ അപേക്ഷ ഒരിക്കലും തിരസ്കരിക്കപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ അപേക്ഷകളൊക്കെ ഐക്കോണിൽ കിടക്കുന്നു. ഇനിയും ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കപ്പെട്ട് സഹായം ലഭിച്ചാൽ ഐക്കോണിലൂടെ ഗ്രേസിൽ പണം എത്തി ഗ്രേസ് നിശ്ചയമായും അതിനറിയിക്കുന്ന യഥാർത്ഥ പാർട്ടിക്ക് അത് എത്തിച്ചു കൊടുക്കേണ്ട ഗ്രേസ് ചുമതലയിട്ടുണ്ട്. അത് ചെയ്യുന്നതുമാണ് എന്നുള്ള കാര്യവും പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. അപ്പം നമ്മുടെ ഈ ഗ്രേസിന് താങ്ങുവാൻ തക്കവണ്ണം ഐക്കോൺ വലിയ സപ്പോർട്ടാണ് ഇപ്പോൾ നമുക്ക് ചെയ്തിരിക്കുന്നത്. ഐക്കോൺ
പ്രത്യേകിച്ച് ഇടുക്കി ഭദ്രാസനത്തിൻ്റെ ശോച്യാവസ്ഥ വളരെ നേരിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ പലർക്കും അറിയത്തില്ല ഇടുക്കി ഭദ്രാസനം എന്ന് പറഞ്ഞാൽ ഇവിടെ കാർഷിക മേഖലയാണ്, കുരുമുളകും മേഖലയും ഒക്കെ വിളയുന്ന ഒരു ഏരിയയാണ്, സമ്പന്നമായിരിക്കുന്ന ഒരു അനുഭവമാണ് എന്ന് പല ആളുകളും ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വന്ന രാജേഷ് നേരിട്ടെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഓരോ ആളുകൾ താമസിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ രാജേഷിന് ബോധ്യമായിട്ടുണ്ട് ഇത് ഇവിടെ പ്രയാസമുള്ള ഒരു ഏരിയയാണ്, ഒരു യഥാർത്ഥമായി സഹായം വഹിക്കുന്നവരാണ് എന്നത്. ഈ കാര്യങ്ങളൊക്കെ അത് അറിയിക്കുന്നവരെ അല്ലെങ്കിൽ അറിയേണ്ടവരെ ബോധ്യപ്പെടുത്തുവാനൊക്കെ രാജേഷ് ശ്രമിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ സാധുജനങ്ങളെ സംരക്ഷിക്കാനൊക്കെ ഗ്രേസിലൂടെ ഐക്കൊണ്ട് സാധിക്കും എന്നുള്ള യാതൊരു സംശയമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സുഖമാണ്. ഞാൻ നിരൂപിക്കുന്നില്ല, തിരുമനസ്സുകൊണ്ട് വളരെ തിരക്കൊണ്ട് പോകേണ്ടതാണ്. ഇനിയും കാര്യങ്ങളൊക്കെ പറയാനായിട്ടുള്ളതുകൊണ്ടും ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കാതെ തന്നെ എൻ്റെ കർത്തവ്യത്തിൽ ഞാൻ കിടക്കട്ടെ. അപ്പോൾ ഗ്രേസിന് വലിയൊരു സപ്പോർട്ടായിട്ട് ഐക്കോൺ നിൽക്കുന്നത് നമ്മുടെ ഭദ്രാസനത്തിന് ഏറ്റവും വലിയൊരു താങ്ങാണ് എന്നുള്ള കാര്യം ഞാൻ ആദ്യമായി ഓർപ്പിക്കുകയാണ്. ഇതിന് എല്ലാവിധമായിരിക്കുന്ന സഹായങ്ങളും നേതൃത്വങ്ങളും ചെയ്തു തന്നത് നമ്മുടെ അഭിമന്യനായ തിരുമനസ്സുകൊണ്ടാണ്. ഹെലിബറിയ സെന്റ് തോമസ് പള്ളിയിലെ നിർമ്മാണ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വെച്ചാണ് ബഹുമാനപ്പെട്ട ഏബ്രഹാമിനെ തിരുമനസ്സുകൊണ്ട് എനിക്ക് പരിചയപ്പെട്ടത്. പിന്നെ അദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ് ഈ ഒരു പ്രോജക്റ്റ് നമുക്ക് നടത്തുവാനായിട്ട് സാധിച്ചത്. നമ്മുടെ ഇടുക്കി ഭദ്രാസനത്തിൽ അഭിമന്യ തിരുമനസ്സ് വന്നതിന് ശേഷം ചാരിറ്റി കാര്യത്തിലും സ്വയം പര്യാപ്തതയിലേക്ക് ജനങ്ങളെ എത്തിക്കുന്നതിലും ശോച്യമായി കിടക്കുന്നതിനെ അനുയോജ്യമായിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് എത്തിക്കുന്നതിനും വന്നി തിരുമനസ്സുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ്. എത്രമാത്രം എടുത്തു പറഞ്ഞാലും മതിയാകില്ല. ഞാൻ ഓർക്കുന്നത് ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് ഭദ്രാസനം കുറേ വർഷക്കാലം വളരെ കഷ്ടതയും ഭാരവും ദുഃഖവും നാഥനില്ലാത്ത ഒരു അനുഭവത്തിൽ വളരെ ക്ലേശം അനുഭവിച്ചു. എന്നാൽ വന്നി തിരുമനസ്സുകൊണ്ട് ഈ ഭദ്രാസനത്തിലേക്ക് വന്ന് ഇതിൻ്റെ ഭരണ സാന്നിധ്യം ഏറ്റെടുക്കുകയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്ത മുഖാന്തരം നാം ഒരു സന്തോഷത്തിൻ്റെ അനുഭവത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ അനുഭവിച്ച ദുഃഖം മറന്നിട്ട് ഇന്ന് ആനന്ദത്തിൽ ആയിരിക്കുന്ന ഒരനുഭവമാണ്. ഭദ്രാസനത്തിൻ്റെ വളർച്ച അതിവേഗം നമ്മൾ മുന്നോട്ട് പോകാൻ എനിക്ക് തോന്നുന്നത് ഒരു 10 നൂറ്റാണ്ട് ഈ 2 വർഷം കൊണ്ട് നമ്മൾ വളർന്നതാണ്. കാരണം 25 വർഷക്കാലമായി നമ്മുടെ ഈ ഭദ്രാസനം രൂപീകൃതമായിട്ട്. പക്ഷേ 25 വർഷക്കാലം കൊണ്ട് നമുക്ക് നേടാൻ പറ്റിയതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു നേട്ടം ഈ ഏതാനും 2 വർഷങ്ങൾ കൊണ്ട് നമുക്ക് നേടുവാൻ കഴിഞ്ഞു എന്ന് ഓർക്കുമ്പോൾ അഭിമന്യ തിരുമനസ്സ് നമ്മുടെ ഭദ്രാസനത്തെ എത്രമാത്രം കരുതുന്നു, എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. അതുമാത്രമല്ല ഗ്രേസിൻ്റെ പ്രവർത്തനങ്ങളെ സജീവമാക്കാൻ പോകണം. ഇന്നലെ അതിനുവേണ്ടി പ്രത്യേകമായ വൈദികരെ എല്ലാവരും വിളിച്ച് ചേർത്ത് വളരെ സന്തോഷകരമായിട്ട് ഒരു മീറ്റിംഗ് നടത്തി ഗ്രേസിൻ്റെ ആവശ്യകതയെ തിരുമനസ്സുകൊണ്ട് വൈദികരെയും ഇടവക ആളുകളെയും ഒറ്റപ്പെടുത്തുവാൻ പോകണം തിരുമനസ്സുകൊണ്ട് പരിശ്രമിക്കുകയും ചെയ്തു. ഗ്രേസിനെ വളരെയധികം സ്നേഹിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളെ വളരെ സൂക്ഷ്മതയോടുകൂടി കാണുകയും അതിനെ വിലയിരുത്തുകയും അതിനെ സഹായിക്കുകയും എല്ലാ നേതൃത്വങ്ങളും പ്രോത്സാഹനങ്ങളും തന്ന് സഹായിക്കുന്ന അഭിമന്യ തിരുമനസ്സിനെ വലിയ സന്തോഷത്തോടുകൂടിയാണ് ഈ സ്കോളർഷിപ്പ് പ്രവർത്തനത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. തിരുമനസ്സിനോട് ആദ്യം പറഞ്ഞപ്പോൾ തന്നെ തിരുമനസ്സിൻ്റെ സൗകര്യം അനുസരിച്ച് ഡേറ്റ് നേരത്തെ തന്നെ നമുക്ക് തരികയും അതിനെല്ലാ പരിപാടികളും മാറ്റിവെച്ച് തിരുമനസ്സിൻ്റെ സമയത്ത് തന്നെ എത്തിച്ചേർന്ന് ഈ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുവാൻ തക്കവണ്ണം നമ്മെ അനുഗ്രഹിക്കുന്ന അഭിമന്യനായ ഇടവക പോലത്തെ ഔദ്യന്മാർ തിരുമനസ്സിനെ വളരെ ബഹുമാനത്തോടും ആദരവോടും കൂടി ഭക്തിയാദരവോടുകൂടി ഞാൻ ഈ സദസ്സിലേക്ക് വളരെ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് പ്രധാനമായിട്ട് പറയുവാനുള്ളത് നമ്മുടെ ഗ്രേസിൻ്റെ ഈ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുവാനും ഈ സ്കോളർഷിപ്പ് എത്തിച്ചു തരുവാനുമായി വരുന്ന ബഹുമാനി രാജേഷാണ്. രാജേഷിൻ്റെ പേര് പോലും ഇവിടെ പരാമർശിക്കേണ്ട ഒരു താല്പര്യമില്ല എന്ന് പല പ്രാവശ്യങ്ങളും പറഞ്ഞുവെങ്കിലും എനിക്ക് അദ്ദേഹത്തിനുള്ള ആ ബന്ധത്തിൽ ഞാൻ വീണ്ടും പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ട് അദ്ദേഹത്തിൻ്റെ പിതാവും മാതാവും ഭാര്യയും കുഞ്ഞും ഈ ഒപ്പം എത്തിയിട്ടുള്ള പ്രദേശങ്ങളൊക്കെ കാണുവാനും അമ്മയൊക്കെ കാണുവാനും ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് പോലെ. ഏതായാലും നമ്മളോടുള്ള സ്നേഹവും താല്പര്യവും കരുതലും അതിന് പിന്നിലുണ്ട് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. വളരെ സ്നേഹപുരസ്സരം രാജേഷിനെയും കുടുംബാംഗങ്ങളെയും വളരെ ആത്മാർത്ഥമായി ഈ ദേവാലയത്തിലേക്കും ഈ പ്രോഗ്രാമിലേക്കും പ്രത്യേകിച്ച് ഈ സ്കോളർഷിപ്പ് വിതരണ പ്രോഗ്രാമിലേക്കും വളരെ വിനയപുരസ്സരം ഞാൻ സ്വാഗതം ചെയ്യുന്നു.
ബഹുമാനീയ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട സക്രിയ സച്ചിൻ, ബഹുമാനപ്പെട്ട ഡയറക്ടർ അച്ഛൻ, അതായത് കുര്യാക്കോസ് വർഗീസ് അച്ഛൻ, നമ്മുടെ കൗൺസിലർ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുമായിരിക്കുന്ന ബഹുമാനിയായ ജോർജ് ചായന്, ഡോക്ടർ, അതുപോലെ തന്നെ നമ്മുടെ ഗ്രേസിൻ്റെ ഡയറക്ടർ പോലുള്ള ഡോക്ടറും, അതുപോലെ തന്നെ CK സാറ്, ഈ അച്ഛന്മാരെല്ലാവരും തന്നെ ഈ ഗ്രേസിൻ്റെ ഡയറക്ടർ പോലുള്ളതാണ്. അതോടൊപ്പം തന്നെ ഗ്രേസിൽ നിന്ന് വന്നിരിക്കുന്ന ട്രഷറർ മിസ്റ്റർ ബാബു, അതുപോലെ തന്നെ ജോയി തറയിൽ ഒക്കെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്കോളർഷിപ്പ് ഏറ്റുവാങ്ങാനായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ ദൂരെയൊക്കെ പഠിക്കുന്നവരുടെ മാതാപിതാക്കളാണ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും എല്ലാ മാതാപിതാക്കളെയും വളരെ സ്നേഹത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ വിട്ടുപോയിട്ടുണ്ടായെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇടവക ഇതിനു വേണ്ടി ഒരുക്കി തരികയും ഒക്കെ ചെയ്ത ട്രസ്റ്റിയോടും ബഹുമാനപ്പെട്ട അച്ഛനെ അന്ന് ഇവിടെ തന്നെ സാധിക്കുകയില്ല എന്നെ അറിയിച്ചിട്ടുണ്ട്. അച്ഛനെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യും. തന്നിരിക്കുന്ന ഓരോ ഡൊണേഷനെയും നിങ്ങളുടെ കുട്ടികൾക്ക് ആ കവറിന് പുറത്ത് ആരാണ് സ്കോളർഷിപ്പ് തന്നിരിക്കുന്നത് ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ഓരോ ദിവസത്തെയും പ്രാർത്ഥനയും ആ കുടുംബത്തിന് വേണ്ടി, സ്കോളർഷിപ്പ് തന്നവർക്ക് വേണ്ടി, ഇതിനുവേണ്ടി പരിശ്രമിച്ചവർക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഐക്കോൺ നെറ്റ്വർക്കിന് വേണ്ടി, അതിൽ പ്രവർത്തിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു നിമിഷം ഓർക്കുകയും ദൈവസേനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യണം. കൂടുതൽ അനുഗ്രഹങ്ങൾ ദൈവസേനയിൽ നിന്ന് അവർക്ക് ലഭിക്കുവാനും അത് മുഖാന്തരം നമ്മുടെ വിലാസത്തിൻ്റെ വളർച്ചയെ ധന്യമാക്കി തീരുമാനത്തോളം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ദൈവമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വന്യ തിരുമനസ്സുകൊണ്ട് സ്കോളർഷിപ്പ് ഈ മേഖലയിലെ പാവപ്പെട്ട ആൾക്കാരുടെ കണ്ണീരൊട്ടുന്നതിന് വേണ്ടി അകലങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ഐക്യൻ്റെ പ്രവർത്തകരായിട്ടുള്ള എല്ലാ സഹോദരങ്ങളും, പ്രത്യേകിച്ച് എൻ്റെ പ്രതിനിധിയായിരിക്കുന്ന ശ്രീ രാജേഷിൻ്റെ കുടുംബാംഗങ്ങൾ, ബഹുമാനപ്പെട്ട സെക്രട്ടറി അച്ഛൻ, ബഹുമാനപ്പെട്ട സെക്രട്ടറി കാനച്ചൻ, ഡയറക്ടർ അച്ഛൻ സജിച്ചൻ, മാനേജിംഗ് കമ്മിറ്റി മെമ്പറായ ബഹുമാനപ്പെട്ട ജോർജ്, കൗൺസിൽ മെമ്പർ ബഹുമാനപ്പെട്ട ഡോക്ടർ രാജേഷ്, എൻ്റെ സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 വർഷങ്ങളായി അനുഗ്രഹത്തിൻ്റെ വർഷങ്ങളായി ദൈവം തീർത്തിരിക്കുന്നു. ദിനംതോറും അത്ഭുതങ്ങളുടെയും വളർച്ചയുടെയും കടവുകൾ കയറി പോകാൻ തക്കണം ദൈവത്തിൻ്റെ അത്ഭുതകരങ്ങളിൽ നാം ആയിത്തീരുവാൻ തക്കണം പ്രാർത്ഥനയോട് മേഖലകൾ ഭദ്രമായി തീരുവാൻ തക്കണം ദൈവം സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഈ അവസരങ്ങളിൽ നമ്മെ സംബന്ധിച്ച് വളരെ ചുരുക്കമായിട്ട് ഉണ്ടായിട്ടുള്ള സംഭവം ഐക്യം എന്ന് പറയുന്നപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ വിസ്തീർണം കൊടുത്തോടെ ഒന്നും പറയുന്നില്ല. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷിനെ കുറിച്ച് ഒന്നും പറയരുതെന്ന് പറഞ്ഞു. ഒന്നും ഞാൻ പറയാൻ പറ്റത്തില്ല. പക്ഷെ എനിക്കൊരു ഫാമിലിയായിട്ട് കഷ്ടപ്പാട് സഹിച്ച് ഈ മലമടക്കുകൾ കയറിയാൽ ഇനിയും കാണാൻ സ്ഥലങ്ങളുണ്ട്, വീടുകളുണ്ട്. അത് കാണാനുള്ള ആ സന്മനസ് അദ്ദേഹത്തിനും അതിനോട് ബന്ധപ്പെട്ട പ്രവർത്തകർക്കും കൊടുക്കാൻ സാധിക്കുന്നു. അതുപോലുള്ള ഒരു പറ്റ പ്രവർത്തകർ അതിൻ്റെ കൂടെ ഉണ്ട് എന്ന് കാണുമ്പോൾ നമ്മൾ അവരെ കാണുന്നില്ലെങ്കിൽ പോലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം, അതിനുവേണ്ടി നമുക്ക് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സന്മനോഭാവം നമ്മൾ ഉണ്ടാകേണ്ട അവസരമാണ്. തീർച്ചയായും എനിക്ക് ഗ്രേസുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും പ്രധാനമായി തോന്നുന്നത് എങ്ങനെയെങ്കിലും നമ്മുടെ ആളുകൾ PDS, MDS പറഞ്ഞ് പഠിച്ചത് എന്തുകൊണ്ട് ഇത്രമാത്രം ശക്തിയും ഇത്രമാത്രം സോഴ്സുമുള്ള നമ്മുടെ സഭയ്ക്ക്, നമ്മുടെ ഇടുക്കി ഭദ്രാസനത്തിന് ഗ്രേസിനെ വളർത്താൻ സാധിക്കാൻ പാടില്ല? ഈ ഒരു ചോദ്യം എന്നെ വല്ലാതെ വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കാൻ തക്കണം എന്നെ സഹായിച്ചു. തീർച്ചയായും ഇവിടെ ഗ്രേസ് ഈ ഐക്യന്റെ ഒരു മധ്യവർത്തിയായി പ്രവർത്തിക്കാനിടയിൽ ഗ്രേസ് എന്നുള്ള PDSനേക്കാൾ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ ഒരു ഇടത്തട്ടിപ്പൊന്നുമില്ല, വളരെ കൃത്യമായി സുതാര്യമായ രീതിയിൽ നമ്മുടെ ഇടയിലെ ആളുകളെ, പാവപ്പെട്ടവരെ എല്ലാ മേഖലയിലുള്ള ആളുകളെ സഹായിക്കാൻ തക്കവണ്ണം ഗ്രേസിനെ വളർന്നു വരുവാൻ ഇപ്പോഴുള്ള ധാരാളം അവസരങ്ങൾ ഉണ്ടാകട്ടെ. ഇത് മാത്രമല്ല, എല്ലാ മേഖലകളിലും ഗ്രേസിന്റെ യൂണിറ്റുകൾ ശക്തി പ്രാപിച്ചുകൊണ്ട് ഗ്രേസിനെ ശക്തമാക്കുവാൻ തക്കവണ്ണം തീർച്ചയായും എല്ലാ അംഗങ്ങളും, ഇതിൽ പങ്കെടുക്കുന്നവരും ഇതിന് ബന്ധപ്പെട്ടവരും പറഞ്ഞു കേൾക്കുന്നവരും പറയാൻ സാധിക്കുന്ന എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടും ഗ്രേസിനെ ശക്തീകരിക്കാനുള്ള അവസരം എല്ലാവരും ഉപയോഗിക്കണമെന്ന് പ്രത്യേകമായി ദൈവത്തിന് മഹത്വം ഉണ്ടായി.
എൻ്റെ മനസ്സിൽ ഉയർന്നു വരുന്ന സന്തോഷവും സ്നേഹവും നന്ദിയും ഒക്കെ പ്രകടിപ്പിക്കുക മാത്രമാണ് ഈ സമയത്ത് ഞാൻ ചെയ്യുന്നത്. ഡൽഹി ഭദ്രാസനത്തെ സംബന്ധിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ്. നമ്മുടെ ഭദ്രാസനത്തെ സഹായിക്കുവാനായിട്ട് സ്നേഹിതന്മാരുടെ ഒരു കൂട്ടം നമ്മുടെ അടുത്തേക്ക് ഇപ്പോൾ കടന്നു വന്നിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ അവരുടെ പ്രതിനിധിയായിട്ട് രാജേഷ് മാത്രമേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുള്ളൂ എങ്കിൽ തന്നെയും ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളുടെ, സ്നേഹിതന്മാരുടെ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റുപാടും ഉണ്ട് എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്. ഐക്കോൺ എന്ന് പറയുന്ന ആ നെറ്റ്വർക്കിനെ സംബന്ധിച്ച്, സംഘടനയെ സംബന്ധിച്ചൊക്കെയും പ്രിയപ്പെട്ട സന്യാസിനെ പറയുന്നത് ഗ്രേസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. നമ്മുടെ ഇടുക്കി ഭദ്രാസനത്തിൽ പെട്ട എല്ലാവർക്കും തന്നെ സ്വയം സഹായ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അതുകൊണ്ടുള്ള പ്രയോജനങ്ങളെക്കുറിച്ച് ഒക്കെ നന്നായിട്ടറിയാം. അതൊന്നും വിശദീകരിക്കുവാനായിട്ട് ഈ സമയം ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഐക്കോൺ എന്ന് പറയുന്ന ആ സംഘടന അല്ലെങ്കിൽ ആ നെറ്റ്വർക്കിൽ പെട്ടിട്ടുള്ള സഹോദരങ്ങൾ നമ്മുടെ ഭദ്രാസനത്തിന് വളരെ വിലപ്പെട്ട സേവനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭദ്രാസനത്തെ കുറിച്ച് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ഓർത്തഡോക്സ് ഭാഗങ്ങൾക്ക് നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ഒരു മാർഗമായിട്ട് തീർന്നിരിക്കുകയാണ്. അതുപോലെ കഴിഞ്ഞ ഒരു വർഷക്കാലം ഒത്തിരി സുഹൃത്തുക്കളെ നമുക്ക് ലഭിക്കുകയുണ്ടായി. നല്ല നല്ല ഒരുപാട് സുഹൃത്തുക്കൾ. ഇവിടെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇടുക്കി മദ്രാസനത്തിൽപ്പെട്ട ഞാനും നിങ്ങളും ഈ മദ്രാസനത്തെ കുറിച്ച് ചിന്തിക്കുന്നതിലുപരിയായി നമ്മൾ പലപ്പോഴും നമ്മുടെ ഇടവകയെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ കുറിച്ച് മാത്രമായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ഈ സുഹൃത്തുക്കൾ നമ്മുടെ മദ്രാസനത്തിനെ പറ്റി പൊതുവായി ചിന്തിക്കുവാനും എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്, അതിലാരെയൊക്കെ സഹകരിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ച് നന്നായി ആലോചിച്ച് ചിന്തിച്ച് അതിനൊക്കെ മാർഗങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓർത്തഡോക്സ് ഹെറാൾഡ് എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണമാണ് ആദ്യമായിട്ട് മദ്രാസനത്തെ കുറിച്ച് ലോകം അറിയുവാനുള്ള ഒരു മുഖാന്തരമായി തീർന്നത്. അതിൻ്റെ ചൂട് പിടിച്ചാണ് ഐക്കോൺ എന്ന് പറയുന്ന ആ സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സുഹൃത്തുക്കളാണ് എൻ്റെ അടുത്ത് വന്നത്. അതിനുശേഷം മിസ്റ്റർ എബ്രഹാം ഈ സ്ഥലത്ത് വന്ന് നമ്മുടെ എലിബറിയ, അതുപോലെ തങ്കമണി, കഞ്ഞിക്കുഴി, പൂർണ്ണ ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു. അദ്ദേഹം ഹെറാൾഡിൽ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതിനേക്കാൾ വളരെ വ്യക്തമായി കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കുവാൻ സാധിച്ചു. പലപ്പോഴും പ്രസിദ്ധീകരണങ്ങൾ മനുഷ്യരെ വഴിതെറ്റിക്കും. ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതുപോലെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ഉള്ളതിനേക്കാൾ കൂടുതൽ വലിപ്പത്തിൽ മറ്റുള്ളവരുടെ മുമ്പാകെ അതിശോക്തി കലർത്തി പറയുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യവും. എന്നാൽ എബ്രഹാമിനെ ഇവിടെ വന്നപ്പോഴേ ഓർത്തഡോക്സ് ഹെറാൾഡിൽ വായിച്ചതിനേക്കാൾ ഉപരിയായി കൂടുതൽ വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിച്ചപ്പോൾ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ദൈവരാഷ്ട്രത്തെ സഹായിക്കണം എന്നൊരു ചിന്തയുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമായൊക്കെ പങ്കുവെച്ചതുകൊണ്ട് ധാരാളം പേരെ എന്നെ നിത്യവും വിളിക്കുകയും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും അത് ഇടുക്കി മദ്രാസനത്തിന് കുറച്ചും കൂടെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ ഇവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അവരുടെ അത്യാവശ്യങ്ങൾ നിറവേറ്റുവാനും ഒക്കെയുള്ള മാർഗങ്ങളെക്കുറിച്ച് അവർ പലപ്പോഴും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. ആ നിലയിൽ ഇപ്പോൾ നമ്മുടെ മദ്രാസനത്തിലെ പല സ്ഥലത്തും പഴയ പള്ളികൾ ജീർണിച്ച് കിടന്നത്, അറ്റകുറ്റപ്പണികളില്ലാതെ കിടന്നതൊക്കെ അറ്റകുറ്റപ്പണികൾ നടത്താനും ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പുതിയ പള്ളികൾ പൂർത്തിയാക്കാൻ, വേറെ സ്ഥലങ്ങളിലൊക്കെ പുതിയ സ്ഥലങ്ങൾ വാങ്ങിക്കാനും ഒക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്.
ഉപ്പൂന്ന് പള്ളി അത് വളരെ മനോഹരമായിട്ട് അതിൻ്റെ അറ്റകുറ്റങ്ങൾ പണികളൊക്കെ നടത്തി. കരികുളം പള്ളി വളരെ മനോഹരമായിട്ട് അതിൻ്റെ എല്ലാ പണികളും ചെയ്തു. പള്ളി പ്ലാസ്റ്ററിങ്ങും ഫ്ലോറിങ്ങും ഒക്കെ നടത്തി, സീലിംഗും ഒക്കെ നടത്തി. എല്ലാം നല്ല മനോഹരമാണ്. ഇവിടെ തങ്കമണിയിലെ പള്ളി എൻ്റെ ഏകദേശം 90% പണി കഴിഞ്ഞിരിക്കുക. ഇരുപതിയായാലും പ്രതീക്ഷിച്ചൊക്കെ ഇട്ടു. വളരെ നല്ലൊരു പള്ളി. പാനവിലാസത്തിലും അതുപോലെ കഞ്ഞിക്കുടിയിലും ഇവിടെ പാമ്പാടും പാറയിലുമൊക്കെ അടുത്ത സമയത്ത് തന്നെ പുതിയ പള്ളികൾ പണിയാൻ തുടങ്ങുക. അരമനയിൽ നടക്കുന്ന പണികളൊക്കെ നിങ്ങൾക്കറിയാം. അതിനൊക്കെ ഉപരിയായിട്ട് കഴിഞ്ഞ ഒരു വർഷക്കാലം ലക്ഷക്കണക്കിന് രൂപ നിങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും നമ്മുടെ ഇടവകയിൽപ്പെട്ട പാവപ്പെട്ട സഹോദരങ്ങൾക്ക് വീട് വയ്ക്കാനായിട്ട്, പെൺകുട്ടികളുടെ വിവാഹ ആവശ്യത്തിനായിട്ട്, ചികിത്സയ്ക്കായിട്ട്, കുട്ടികളുടെ പഠനത്തിനായിട്ടൊക്കെ കൊടുക്കാൻ ലക്ഷക്കണക്കിന് രൂപ കഴിഞ്ഞ വർഷം കൊടുത്തു. എനിക്ക് തോന്നുന്നു 1 ലക്ഷം രൂപയും 50,000 രൂപയും വെച്ച് ധാരാളം പെൺകുട്ടികൾ, ഒരു 10-25 പെൺകുട്ടികൾക്കെങ്കിലും കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് വിവാഹ സഹായമായിട്ട് കൊടുത്തു. 1 ലക്ഷം രൂപ വരെയൊക്കെ കൊടുത്തു. അതെല്ലാം ഇങ്ങനെ ബന്ധപ്പെട്ട് വന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ നിന്ന് നമ്മൾ നേരിട്ട് പണം കൈപ്പറ്റാതെ ഈ ആവശ്യമുള്ള വ്യക്തികളെ പരിചയപ്പെടുത്തി കൊടുത്ത് അങ്ങനെ ആ തുകയൊക്കെ കൈമാറുകയും അതുപോലെ തന്നെ ധാരാളം ആളുകൾക്ക് വീട് പണിക്ക് സഹായം ചെയ്തു കൊടുത്തു. ഇപ്പം തന്നെ പോകുന്നൊരു വീട് പണി നടക്കുന്നുണ്ട്, വാഴവരയിൽ ഒരു വീട് പണി നടക്കുന്നുണ്ട്. അതൊക്കെ നല്ല നിലയിൽ പൂർത്തീകരിച്ച് മുമ്പ് കൊടുത്തു. പഠിക്കാനും ധാരാളം കുട്ടികളെ പഠിച്ചു. ഇവിടെക്കാരായിട്ടുള്ള 1-2 കുട്ടികൾക്ക് മുഴുവൻ പണവും ചിലവാക്കി എഞ്ചിനീയറിംഗ് കൊടുക്കുകയുണ്ട്. പാനവിലാസത്തിനുള്ള ഒരു കുട്ടിക്ക് മുഴുവൻ ചെലവ്, ഹോസ്റ്റൽ ഫീസ് ഉൾപ്പെടെ സൗജന്യമായി കൊടുത്ത് മറ്റക്കരയിൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നുണ്ട്. കീരുമേട് എഞ്ചിനീയറിംഗ് കോളേജിലെ 3-4 കുട്ടികൾ ക്ലാസ്സിൽപ്പെട്ട കുട്ടികൾക്ക് ഫീസ് മാത്രം വാങ്ങിച്ച് അതിലും ചില സൗജന്യങ്ങളൊക്കെ അനുവദിച്ച് പഠിപ്പിക്കുന്നു മിടുക്കരായിട്ടുള്ള കുട്ടികൾ. അതുപോലെ തന്നെ ITCയിലും കമ്പ്യൂട്ടറിലും ഒക്കെ കുട്ടികൾക്ക് മുഴുവൻ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നു. എല്ലാവർക്കും പൂർണ്ണമായ സൗജന്യമൊക്കെ ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ തന്നെയും ഇപ്പോൾ തന്നെ ഈ സംഘടനയുടെ ചുമതലയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വിദേശ നാടുകളിൽ പോയി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പണിയെടുത്തുണ്ടാക്കുന്ന പണം നമ്മൾ വിചാരിക്കും അവിടെയൊക്കെ വളരെ സുഖമാണ്. ഞാൻ പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ടും ഇവിടുത്തേക്കാൾ കഷ്ടതയാണ്. ഇവിടെയാണ് നമുക്ക് നല്ല കാലാവസ്ഥയുണ്ട്, നല്ല ഭൂപ്രകൃതിയാണ്, നല്ല സുഖമായിട്ട് ജീവിക്കുക. അവിടെയൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ ടെൻഷനാണ്. അവിടെ താമസമൊക്കെ തന്നെ ബുദ്ധിമുട്ടാണ്, ജോലി ബുദ്ധിമുട്ടാണ്. പരിചയമില്ലാത്ത യജമാനന്മാരുടെ വീട്ടിൽ ജോലി ചെയ്തുണ്ടാക്കുന്ന പണം അവർ അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടാണ് നമുക്ക് തരുന്നത്. അവർ ദശാംശമൊക്കെ മാറ്റി വെച്ച് വെക്കാൻ നല്ല സുഖമായിട്ട് കിട്ടുന്ന പണമല്ലേ, വളരെ ബുദ്ധിമുട്ടി കിട്ടുന്നു. ഞാൻ പോയി ചെന്നപ്പോൾ നമ്മുടെ ഇവിടുന്ന് പോയിട്ടുള്ള പലരും താമസിക്കുന്നതും ജോലി ചെയ്ത് നോക്കാണ്ടപ്പോൾ എനിക്ക് വളരെ സങ്കടമായി. കുവൈറ്റ് പള്ളിയിൽ പറഞ്ഞു എനിക്കൊന്നും തന്നെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ ആളുകൾ ഇവിടെ വന്ന് കിടന്ന് കഷ്ടപ്പെടുന്നവരെ സഹായിക്കണം. അത്രയ്ക്ക് ബുദ്ധിമുട്ടിയാണ് പോയി ആളുകൾ ഗുണമുണ്ട്. ചെറിയ 10 അടി നീളം 10 അടി വീതിയൊക്കെയുള്ള ചെറിയ മുറിയിലൊക്കെയാണ് കൊണ്ടുവന്നത് കഴിയും. വളരെ ബുദ്ധിമുട്ട്, ഒരുപാട് പ്രയാസപ്പെട്ടുണ്ടാക്കുന്ന പോകണം. നമുക്ക് ഇവരിലൊക്കെ ഈ തരുന്നത് ദൈവാത്മാവിൻ്റെ ഒരു പ്രേരണ കൊണ്ടാണ്. കർത്താവ് പറയുന്നുണ്ട് ഈ ചെറിയ ഒരുമിച്ച് ചെയ്തൊക്കെ എനിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിലൊക്കെയും ദൈവസാന്നിധ്യം കണ്ടെത്തുവാനായിട്ട് ഇവർക്ക് സാധിക്കുന്നത് കൊണ്ടാണ്. നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. ഒരവയവം മറ്റൊരവയവത്തെ ശുശ്രൂഷിക്കുന്നത് പോലെ. അത് നമ്മുടെ കാല് നടന്നു പോകുമ്പോൾ കല്ലിൽ തട്ടി മുറിവുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ മറ്റെല്ലാ അവയവങ്ങളും പെട്ടെന്ന് അവിടേക്ക് ശ്രദ്ധ തിരിക്കും. കാരണം അവിടേക്ക് നോക്കും, കൈകൊണ്ട് അവിടെ തൂക്കും, എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ ശരീരം മുഴുവൻ അവിടേക്ക് ശ്രദ്ധിക്കും. അത് തന്നെയാണ് ക്രിസ്ത്യൻ ജീവിതത്തിൻ്റെ അനുഭവം എന്ന് പറയും. അവിടെ പാവപ്പെട്ടവരും വലിയവരൊന്നും ഒന്നുമില്ല. നമ്മളെല്ലാം ക്രിസ്തുവിൽ ഒരുപോലെ സഹായം ചെയ്യുന്നവരാണോ സഹായം സ്വീകരിക്കുന്നവരാണോ വലിയവർ, ആരാണ് ചെറിയവർ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും പരസ്പരം കൊടുത്തും വാങ്ങിച്ച് ജീവിക്കുന്നവർ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എനിക്ക് ജീവിക്കണമെങ്കിൽ ആരെല്ലാം സഹായമാണ്. ഒരു ദിവസം ഭക്ഷണം കഴിക്കണമെങ്കിൽ ആരെല്ലാം സഹായിക്കും, ഒരു ഡ്രസ്സ് ഭംഗിയായിട്ട് ഇടണമെങ്കിൽ അതിനാരെല്ലാം സഹായിക്കും. ആരുടെയൊക്കെ ഏറ്റവും ചെറിയ ആളുകളുടെയൊക്കെ ഒരുപാട് സഹായമുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റും. തുണി അലക്കി ഭംഗിയാക്കി തരുന്നതുകൊണ്ട് അത് വൃത്തിയായിട്ട് നടക്കും. അത് തലമുടി വെട്ടി തരാൻ ആളുകൾ വേണം. എന്തെല്ലാം കാര്യങ്ങൾക്ക് ആരുടെയെല്ലാം സഹായിക്കണം. അപ്പോൾ ആരാ ചെറുത് ആരാ വലുതെന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാം.
നമ്മളെല്ലാവരും ഒന്നുമില്ലാതെ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്, ആരും ഒന്നും കൊണ്ടല്ല. ഇവിടെ വന്നപ്പോൾ കുറച്ചൊക്കെ നമുക്ക് എന്തൊക്കെ ലഭിച്ചു, അതൊക്കെ ദൈവം തന്നാണെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ ഇതൊക്കെ പങ്കുവയ്ക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇപ്പോഴിവിടെ ഈ സഹായത്തിൻ്റെ കരങ്ങളുമായി നീട്ടി കൊണ്ടുവന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെ സ്നേഹിതരും നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ പ്രിയപ്പെട്ടവർ, അവർ തരുന്ന തുക ചിലപ്പോൾ നമ്മുടെ ആവശ്യത്തിന് മര്യാദയല്ലെങ്കിൽ തന്നെയും അവർക്ക് നമ്മളോടുള്ളതായ ഒരു കൺസേൺ, നമ്മളോടുള്ളതായ നമ്മുടെ ആവശ്യങ്ങളിലുള്ള അവരുടെ പങ്കാളിത്തവും അവർക്ക് നമ്മളോട് മനോഭാവം വളരെ വലുതാണ്. നമ്മൾ നോക്കണം, നമുക്ക് അവരുടെ പിന്തുണ തന്നിരിക്കുകയാണ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും അവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതായ ഒരു പിന്തുണ, അവരുടെ ആശംസ, അവരുടെ പ്രാർത്ഥനയൊക്കെ നമ്മുടെ കൂടെയുണ്ട്. ഇവിടെ ഈ സഹായങ്ങളൊക്കെ നമ്മൾ ലഭിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഉണ്ടാക്കുന്നവരുടെ പണം അവർ നമ്മൾ കൊണ്ട് തരുമ്പോൾ നമുക്ക് പലപ്പോഴും പലരെയും പണം കൊടുത്ത് സഹായിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും മറ്റു പല വിധത്തിലും നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കും. നമ്മുടെ നല്ല വാക്കുകൾ കൊണ്ട്, നമ്മുടെ സ്നേഹമിശ്രണമായ സാന്നിധ്യം കൊണ്ട്, ഒരു തലോടൽ കൊണ്ട്, ഒരാശ്വാസ വാക്കുകൊണ്ട്, ഒന്ന് കൈപിടിച്ച് ഒന്ന് പൊക്കുന്നത് കൊണ്ട്, ഏതെല്ലാം തരത്തിൽ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കും. പണം കൊണ്ട് കിട്ടുന്ന സഹായങ്ങളെക്കാൾ വലുതാണ് ഒരു സ്നേഹിതൻ്റെ ഒരു സാന്നിധ്യം കൊണ്ട് പറയും. അയൽവക്കക്കാരനെ ഒന്ന് സ്നേഹിക്കുക, അവരുടെ ആവശ്യങ്ങളിൽ അവരോടൊന്ന് സഹകരിക്കുക, അവരുടെ അത്യാവശ്യം വരുമ്പോൾ അവരെ ഒന്ന് പോയി കാണുക, ഒന്ന് പ്രാർത്ഥിക്കുക, എന്തെല്ലാം തരത്തിൽ നമുക്ക് ചെയ്യാം. നമ്മൾ വിചാരിക്കും എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാനെന്താ കൊടുക്കുന്നത്. നമുക്ക് ഒരുപാട് ഷെയർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ തന്നെ ഇവിടുന്ന് കിട്ടുന്ന ഈ സഹായങ്ങൾ അതിന് പണത്തിൻ്റെ വലുപ്പത്തിലല്ല, നമ്മെക്കുറിച്ച് കരുതലുള്ള, നമ്മെ സ്നേഹിക്കുന്ന, നമ്മുടെ ഉയർച്ചയിൽ ആഗ്രഹിക്കുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ ചുറ്റുപാടും ഉണ്ടെന്നുള്ളത് നമ്മളാണ്. പല വീടുകളിലും കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിരിക്കുന്ന പണം എടുത്തുകൊണ്ടുപോയി മദ്യപിക്കുന്ന ആളുകളെ ഇത് നന്നായിട്ടറിയാം. കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ വെച്ചിരിക്കുന്ന പണം എടുത്തുകൊണ്ടുപോയി മദ്യപിച്ചിട്ട് വന്ന് ഭാര്യയെ ഉപദ്രവിക്കുക, കുഞ്ഞുങ്ങളെ ചീത്ത പറയുക, കുഞ്ഞുങ്ങളെ പട്ടിണി കിടക്കുന്ന ഭവനങ്ങൾ ധാരാളമാണ് നമുക്കറിയാം. പലപ്പോഴും നമ്മൾ പണം നല്ലതുപോലെ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി എങ്ങനെ പണം ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും പ്രയാസമുള്ളത്. അതുകൊണ്ട് പണം എന്ന് പറയുന്നത് അത് വളരെ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. പല ഭവനങ്ങളിൽ തകർച്ചയിലേക്ക് പോകുന്നതിൻ്റെ ഒരു കാരണം അതാണ്. പണം എങ്ങനെ ഉപയോഗിക്കണം, ഇതെങ്ങനെ കിട്ടുന്നതാണെന്ന് നമുക്കറിയാമില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ഇവിടെ വിദ്യാഭ്യാസ സഹായത്തിനുള്ള പണമാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം ചെയ്യേണ്ട ആവശ്യകത എത്രമാത്രം വലുതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഞാൻ കഴിഞ്ഞ 10 വർഷക്കാലം വിദേശത്ത് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി. ഇടുക്കി മദ്രാസിൽപ്പെട്ട വിരളെണ്ണാൻ പോലും ആളുകളെ അവിടെ കാണാൻ സാധിച്ചില്ല. ദോഹയിലെ പോയപ്പോഴേ നെറ്റിത്തൊഴു ഇടവകയിൽ ഒരു പെൺകുട്ടിയെ മാത്രം. അതേസമയത്ത് മറ്റു മദ്രാസകളിൽ നോക്കി എന്തോരം പേര്, ധാരാളം ആളുകൾ. അതായത് കുവൈറ്റിൽ പോയപ്പോൾ 1-2 പേര്, അതിലൊരാളാണ് തികച്ചും മദ്യപാനി. ഭയങ്കര പ്രശ്നങ്ങളാണ്, കുറ്റപ്പെടുത്തി പറയുകയില്ല. അതുപോലെ മറ്റു പല സ്ഥലത്തും പോയിട്ട് ഇടുക്കി മദ്രാസനത്തിൽ നിന്ന് വളരെ ചുരുക്കം 1-2 പേരെ കണ്ടെങ്കിലായി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കാലാനുസൃതമായ വിദ്യാഭ്യാസം നൽകുവാനായിട്ട് പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അതിന് കുറെ കൂടെ കൂടുതൽ ശ്രദ്ധിക്കാം. നമ്മൾ മദ്രാസനത്തിന് ചെയ്യാവുന്ന സഹായങ്ങൾ ഏതെങ്കിലും തരത്തിലൊക്കെ ചെയ്യാവുന്ന ഒത്താശകൾ ഒക്കെ ചെയ്തതിൽ, അതുപോലെ തന്നെ ഈ ഇതുപോലെയുള്ളതായ നല്ല സുഹൃത്തുക്കളെ നമുക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ട്, സ്നേഹിതന്മാരുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റുമുള്ളത് കൊണ്ട് അർഹതപ്പെട്ടവരെ കണ്ടുപിടിച്ച് അവർക്ക് സഹായിക്കാം. നമ്മളത് അറിയുന്നത് നമ്മൾ അവരോടൊപ്പം നന്ദിയുള്ളവരായിരിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നല്ല ക്രിസ്തീയ കുടുംബജീവിതം നയിക്കുന്നവരായിരിക്കണം എന്നുള്ളത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. പണം നല്ലതുപോലെ ഉപയോഗിക്കണം. മറ്റുള്ളവർക്ക് ആവശ്യങ്ങൾ വരുമ്പോഴേ നമ്മുടെ സഹായങ്ങൾ കൈപ്പറ്റുന്നവരായി മാത്രം തീരാതെ മറ്റുള്ളവരെ ഏതെങ്കിലും തരത്തിലൊക്കെ സഹായിക്കുക. നമ്മുടെ ഒരു നോട്ടം കൊണ്ടോ, ഒരു വാക്കുകൊണ്ടോ, ഒരു കൈത്താങ്ങൽ കൊണ്ടോ, ഒരു സന്ദർശനം കൊണ്ടോ ഒക്കെ നമുക്ക് സഹായിക്കാൻ സാധിക്കും. അതുകൊണ്ട് തുക തരുന്ന, സംഭാവന നമുക്ക് തരുന്ന ആളുകൾ നമ്മളെക്കാൾ വലുത്, നമ്മൾ വാങ്ങിക്കുന്നവരാണ് മോശം ചിന്തിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. കർത്താവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ് നാം ഓരോരുത്തരും
ഒരവയവം വലുതെന്ന് ഒരവയവം ചെറുതൊന്നും ചിന്തിക്കേണ്ട ആവശ്യം. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒത്തിരി പേരുടെ സഹായം ഉണ്ടെങ്കിൽ ഒരു ദിവസം സദ്യ വരെ കഴിച്ചു കൂട്ടാൻ പറ്റുന്നത്. ഒത്തിരി പേര് എന്നെയും സഹായിച്ചു. അവരുടെ നമ്മൾ ചിലപ്പോൾ നോക്കുമ്പോൾ സമൂഹത്തിൽ വലിയ ആളുകളൊന്നും ആയിരിക്കത്തില്ല, തീരെ പാവപ്പെട്ടെ. അവരെ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആശ്വാസം കിട്ടുന്നത്. പണം കൊണ്ട് കിട്ടുന്നതിനേക്കാൾ വലിയ ആശ്വാസം അവരുടെ സാന്നിധ്യം, അവരുടെ ശുശ്രൂഷയും. അതൊക്കെ നമ്മൾ മനസ്സിൽ കയറി നന്ദിയുള്ളവരായിരിക്കണം. പ്രത്യേകിച്ച് ഐക്കോട്ട് എന്ന് പറയുന്ന ആ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സുഹൃത്തുക്കളുടെ ഒരു വലിയ സമൂഹമുണ്ട്. ആ സംഘത്തോട് ഇടുക്കി മദ്രാസിന് പ്രത്യേകിച്ച് ബലഹീനനായ എനിക്ക് ഇവിടെ എല്ലാ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. മേലിലും അവരുടെ കൈത്താങ്ങൾ തീർച്ചയായിട്ടും മദ്രാസിനോട് ഉണ്ടായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇത് ഞാൻ അങ്ങോട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ചതൊന്നല്ല. അവരെ കാണാതുപോയ ആളുകളെ അന്വേഷിച്ച് വന്നതുപോലെ അധികാരിമാർ പ്രേരിതരായി ഇങ്ങോട്ട് വന്ന് അവരുടെ സഹായത്തിൻ്റെ കാര്യങ്ങൾ നീട്ടുകയായിരുന്നു. ആവശ്യക്കാരെ നമ്മൾ നോയമ്പിൻ്റെ പ്രാർത്ഥനയിൽ പറയുന്നത് പോലെ വയലുകൾ കൃഷിക്കാരുടെ പുറകെ അങ്ങോട്ട് പോവുകയല്ല ചെയ്യുന്നത്. കൃഷിക്കാരെ വിത്തെടുത്തുകൊണ്ട് വയലിലേക്ക് വന്ന് വിതയ്ക്കുകയായിരുന്നു ചെയ്യുന്നതെന്ന് പിതാക്കന്മാരെ പഠിപ്പിച്ചിട്ടുള്ളത് പോലെ ഈ സംഘടന, ഈ സുഹൃത്തുക്കളെ, സ്നേഹിതന്മാർ, ഇവർ നമ്മുടെ സഹോദരങ്ങളാണ്. അവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവഹിത പ്രകാരം നല്ല പൂർത്തീകരണത്തെ അവരെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവരുടെ എല്ലാ നല്ല ആഗ്രഹങ്ങളെയും അനുഗ്രഹിക്കട്ടെ. 30, 60, 100 ഇരട്ടിയായി അവർക്ക് ദൈവം പ്രതിഫലം കൊടുക്കട്ടെ. അവരുടെ പ്രതീക്ഷ പോലെ തന്നെ അവര് കൈത്താങ്ങലുകൾ കൊടുക്കുന്ന ആളുകൾ അനുഗ്രഹിക്കപ്പെട്ടവരായി നല്ല ഫലങ്ങൾക്ക് കൂടിയിരിക്കുന്നവരായി അവരുമായി തീരട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രാജേഷ് നല്ല ഒരു ചെറുപ്പക്കാരനാണ്, നല്ല ദൈവസ്നേഹമുള്ളവനാണ്. ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെയൊക്കെ വന്ന് ഈ പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കുവാൻ മനസ്സ് കാണിച്ചു. കുടുംബമൊക്കെ കൂടെയുണ്ട്. അവരെല്ലാവരെയും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിക്കും. ഇനിയും ഈ മദ്രാസിൻ്റെ നല്ല സുഹൃത്തുക്കളായിട്ട് ഈ കുടുംബം, രാജേഷും കുടുംബവും സ്നേഹിതന്മാരും വർദ്ധിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. നാട്ടിൽ വരുമ്പോഴൊക്കെ രാജേഷ് തീർച്ചയായിട്ടും ജന്മനയിൽ വരണം, നിങ്ങളുടെ കൂടെ താമസിക്കണം, ആ സന്തോഷമൊക്കെ പങ്കിടുവാൻ സാധിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ഗ്രേസ് സൊസൈറ്റിയുടെ പ്രവർത്തകരെ സന്നിഹിച്ചിട്ടുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട സഞ്ചയിച്ചിട്ടുണ്ട്, ജയിക്കും സാറുണ്ട്. അവർക്കൊക്കെ ആകുന്ന രീതിയിൽ അവർ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളെല്ലാം കൂടി അല്പം കൂടെയൊക്കെ ശക്തിയും ബലവുമൊക്കെ അവർക്ക് കൊടുത്താൽ മതി. നമ്മുടെ ബാബുവുണ്ട്, ജോലിയുണ്ട്, ഇവരെ എല്ലാവരെയും പ്രവർത്തിക്കുന്ന ആളുകളെ കുറേശ്ശെ ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവരൊക്കെ നല്ല താല്പര്യമുള്ളവരും നല്ല സന്മനസ്സുള്ളവരുമായ ആളുകളാണ്. എല്ലാവരെയും എനിക്കറിയത്തില്ല, പേരെ ഓർക്കുന്നില്ല. കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മദ്രാസിൻ്റെ ഏറ്റവും സീനിയർ മെമ്പറാണ് നമ്മുടെ കോട്ടയങ്ങളെ ജോലിച്ചാരൻ ഇവിടെയുണ്ട്. നമ്മുടെ മദ്രാസ് സെക്രട്ടറി നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറിയാച്ചനും നമ്മുടെ PRO ഡോക്ടർ രാജു ഫിലിപ്പുണ്ട് ഇവിടെ. അതുപോലെ തന്നെ കോട്ടയങ്ങളിലെ മോനുണ്ട്. മറ്റിടവകാംഗങ്ങളായിട്ട് കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ സൊസൈറ്റിയെയും ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ ഇവിടെ കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ എന്നെ അവസാനിപ്പിക്കുന്നു. ദൈവങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും. സെന്റ് തോമസ് ഇടവകയിൽ കൂടി വരുന്നവരുടെ പേരാണ് വിളിക്കുന്നത്. ഷാരോൺ ചാക്കോ കണ്ടത്തിൽ കേൾപ്പടിയാണ്. അടുത്തത് ജീന ജോസ് കുന്നേൽ വള്ളക്കടവ്. അടുത്തത് വർഗീസ് കുര്യൻ കുറ്റിയിൽ കേൾപ്പടിയാണ്. മൂന്നാമത് നരിയമ്പാറ സെന്റ് മേരീസ് പള്ളി ഇടവകയിലെ കുട്ടികളുടെ പേരാണ് വിളിക്കുന്നത്. ജെറോം ജോസഫ് പള്ളിയൂരിൽ കാഞ്ചിയാണ്. സാലുമോൾ കുര്യൻ കൊച്ചുവീട്ടിൽ കാഞ്ചിയാണ്. ജെറി ഫിലിപ്പ് നെടുവേലിൽ നരിയമ്പാറ. അടുത്തത് അയ്യപ്പൻകോൾ സെന്റ് മേരീസ് പള്ളി എന്നാണ് വിളിക്കുന്നത്. ജോമോൻ വർഗീസ് കൊച്ചുപുരയിൽ കൽപ്പട്ടി. റോണാമോൾ ജോസഫ് പതിയിൽ മാട്ടുകെട്ട. അടുത്തത് സെന്റ് മേരീസ് നെടുങ്കണ്ടം പള്ളിയിൽ നിന്ന് സൗമ്യ ദാനിയൽ കാഞ്ഞിരമല. പിങ്കിമോൾ മിയാക്കോസ് മൂലക്കഴി. ജിനി വി
ജോയി വിളവീട്ടിൽ കൈലാസനാട്. അടുത്ത സെന്റ് മേരീസ് കുറ്റിടി. ബെനീഷ് ജേക്കബ് മാടഞ്ചേരി. ജോമോൻ പി ജോൺ പത്താഴക്കുഴി. അടുത്ത സെന്റ് മേരീസ് കൊച്ചറയിൽ നിന്നാണ് നിഷാമോൾ മാത്യു കരിനാട്ട് കൊച്ചറ. അടുത്ത ഏലപ്പാറ സെന്റ് മേരീസ് അനീഷ് വർഗീസ് കൊട്ടാരത്തിൽ കൊച്ചിക്കരി. അടുത്ത സുക്കരിപ്പട്ടി സെന്റ് തോമസ് അനു ജോർജ് മുള്ളംകുഴി അണക്കര. അടുത്ത സെന്റ് മേരീസ് കട്ടപ്പന അഞ്ചിരിമോൾ കെ എസ് കുന്നത്തുചെറിയിൽ. ഷെമിലി ചെറിയ ഇടയത്തുപാറയിൽ. ഇടയത്തുപാറയിൽ പറഞ്ഞില്ല. അറിയാമല്ലോ ആള്. അടുത്തത് മുണ്ടിയമ സെന്റ് മേരീസ് ജോത്സന മേരി താച്ചി. അടുത്തത് സെന്റ് മേരീസ് കമ്പംമട്ട് എലിസബത്ത് ജേക്കബ് മറ്റത്തിൽ കമ്പംമട്ട്. അടുത്തത് കരിമ്പൽ സെന്റ് ജോർജ് സൗമ്യ ജോസഫ് കുരിശിങ്കൽ. അടുത്തത് മാർഗരീനോടി തങ്കമണി ജോബി എബ്രഹാം തെക്കേക്കുഴി. ഇത്രയും കുഞ്ഞുങ്ങൾക്കായിരുന്നു സ്കോളർഷിപ്പ്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠൻ, മദ്രാസ് സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട സഖ്യാസച്ചൻ, ഗ്രേസ് സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജേക്കബച്ചൻ, ബഹുമാനപ്പെട്ട വർഗീസച്ചൻ, മാനേജ് കമ്മിറ്റി അംഗമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോർജൻ, ഇവിടെ സ്കോളർഷിപ്പ് നൽകുവാനായിട്ട് ഐക്കോണിന്റെ പ്രതിനിധികളായി വന്നിരിക്കുന്ന രാജേഷും കുടുംബാംഗങ്ങളും, ബഹുമാനപ്പെട്ട ഡോക്ടർ ആദിത്യക്ക് ഇടുക്കി പബ്ലിക്കേഷൻ ഓഫീസർ, ബഹുമാനപ്പെട്ട സി കെ സാറ്, ബാബു, അതുപോലെ തന്നെ താരൻ ജോയിച്ചേരൻ, സാരൻ ജോർജ് വിഷസ്, ഇവിടെ കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടെ നന്ദി പറയാനായിട്ട് നിൽക്കുന്നത്. ഇതിനൊരു അവസരം നമുക്ക് ഒരുക്കി തന്നത് അഭിനന്ദ തിരുമനസ് കൊണ്ടാണ്. ഞാൻ ഓർക്കുന്നു, ബഹുമാനപ്പെട്ട സന്ദേശനുമായിട്ട് സംസാരിച്ചപ്പോൾ ഹെലിമരിയാൻ പള്ളിയിൽ ഐക്കോണിന്റെ പ്രതിനിധിയായിട്ട് ശ്രീ ഏബ്രഹാം എത്തുന്നുണ്ട്. അച്ഛൻ അദ്ദേഹവുമായിട്ട് ഒന്ന് ഇടപെട്ട് ഗ്രേസിന്റെ കാര്യങ്ങൾ അറിയണം എന്ന് തിരുമേനി അച്ഛനോട് പറയുകയും ബഹുമാനപ്പെട്ട സണ്ണിയച്ഛൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയും തിരുമേനിയുടെ അനുവാദപ്രകാരം ഏറ്റവും അധികം പഠിക്കുന്ന മിടുക്കരായ തിരുമേനി അങ്ങനെ പ്രത്യേകമായിട്ടൊന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. മിടുക്കരായി പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടുപിടിച്ച് അവിടുത്തെ അച്ഛന്മാർ ശുപാർശയോടുകൂടി ഐക്കോണിന് വേണ്ടി അപേക്ഷ അയക്കാനായിട്ട് തിരുമേനി ആവശ്യപ്പെടുകയും അതിൽ പ്രകാരം 41 അപേക്ഷകൾ നമ്മൾ അയച്ചു കൊടുക്കുകയും അതിൽ 23 അപേക്ഷ പരിഗണിച്ച് ഇപ്പോൾ തിരുമനസ് കൊണ്ട് തന്നെ അത് വിതരണം നിർവഹിക്കുകയും ചെയ്തു. ഞാൻ സൂചിപ്പിച്ചത് അവരുടെ തിരുമനസ്സാണ് നമുക്ക് ഇങ്ങനൊരു അവസരം ഒരുക്കി തന്നത്. അതിനുവേണ്ടി കൃത്യമായിട്ട് തിരുമനസിനോട് നന്ദി സ്നേഹമുള്ളവരായിരിക്കും. അതുപോലെ ജേക്കബ് സാർ ആശംസ അർപ്പിച്ച അവസരത്തിൽ തിരുവേനെക്കുറിച്ച് ഒരു വാക്ക് ആദ്യമേ സൂചിപ്പിച്ചു. ആശാ കേന്ദ്രം എന്ന വാക്ക് അത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാക്കായിട്ട് എനിക്ക് തോന്നി. കാരണം എല്ലാവർക്കും ഒരു ആശ. തിരുമനസ് ഭദ്രാസനത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത അന്നു മുതൽ ഞങ്ങൾക്ക് ആരോടുണ്ട്, ഞങ്ങളെ സഹായിക്കാൻ ഒരു പിതാവുണ്ട് എന്നുള്ള ഒരു ചിന്ത എല്ലാവരുടെയും മനസ്സിലേക്ക് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തിരുമേനിക്ക് പ്രയാസം തോന്നുന്നതിൽ പോലും അനേകം ആളുകൾ
തിരുമനസിൻ്റെ അടുത്ത് വന്ന് സങ്കടം ബോധിപ്പിക്കാറുണ്ട്. തിരുമനി കഴിയുന്നത് ആശ്വാസവചനങ്ങൾ പറഞ്ഞു, കഴിയുന്ന സാമ്പത്തിക സഹായം ചെയ്യുന്നു, അവരെ ആശ്വസിപ്പിക്കുന്നു. കഴിഞ്ഞ വർഷമാണെങ്കിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പാഠപുസ്തകങ്ങൾ വാങ്ങിക്കാനായിട്ട് മിക്ക ഇടവകളിലും അതിനുള്ള തുക തിരുമനിയുടെ കയ്യിൽ നിന്ന് തന്നെ തുക മുടക്കി പുസ്തകങ്ങളായിട്ടും തുകയായിട്ടും കൊടുക്കുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ഐക്കോനെ കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു സാമ്പത്തിക സഹായം കുഞ്ഞുങ്ങളുടെ പഠനത്തിന് വേണ്ടി കൊടുക്കുവാനായിട്ട് ഇടയായത്. അതിൽ പ്രത്യേകമായിട്ട് ഗ്രേസ് സൊസൈറ്റിയിൽ കൂടി അത് വിതരണം ചെയ്യുവാനായിട്ട് സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷവും അഭിമാനവുമുണ്ട്. ഗ്രേസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ സഹായം സഹകരണം ഉണ്ടാകും. അതുപോലെ തന്നെ വിഭാഗങ്ങളുടെ ലേഖകത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ ഐക്കോണിൻ്റെ തുകകൾ വളരെ കഷ്ടപ്പെട്ട് രാജേഷുമായിട്ട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് സാധിച്ചത്. ഞാൻ ഓർക്കും ഐക്കോണിൻ്റെ ആളുകളെല്ലാം കൂടെ കൂടി ഒരു തുക സംഭരിച്ച് അതേ ലിസ്റ്റ് നോക്കി അവർ വിതരണം ചെയ്യുകയാണ് എന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ രാജേഷുമായിട്ട് സംസാരിച്ച അവസരത്തിലാണ് ഇതെങ്ങനെയാണ് തുക കണ്ടെത്തുന്നത് എന്ന് വ്യക്തമായത്. ഓരോ ആളുകളെയും വിളിച്ച് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കൊടുത്ത് അവർ അത് കണ്ടറിഞ്ഞ് ആവശ്യമറിഞ്ഞ് ഓരോരുത്തർ അതിനു വേണ്ടി ഓരോ തുകകൾ ചെയ്യുകയും അത് ഐക്കോൺ വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. വളരെ പ്രയാസപ്പെട്ട് വളരെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് നമുക്ക് ഈ സ്കോളർഷിപ്പ് ഇവിടെ വിതരണം ചെയ്യുന്നത് എന്ന് നമ്മൾ ഓർക്കുകയും അതിൻ്റെ പ്രവർത്തകരെ നന്ദിപൂർവ്വം ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാനുള്ള ആ ഒരു കടമ നമുക്കുണ്ട്. അതുപോലെ തന്നെ ഈ ഐക്കോണിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അമേരിക്കയിലുള്ള ആളുകൾ മാത്രമാണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. സ്നേഹിക്കുന്ന എല്ലാവരും വെബ്സൈറ്റിൽ കൂടി ഇത് കണ്ട് അവർക്ക് വേണ്ടി തുക കൊടുക്കാനും ഇതിൽ പങ്കാളികളാകാനും സാധിക്കും എന്നുള്ളത് നമ്മൾ ഓർത്ത് ഈ പ്രസ്ഥാനത്തെയും നമ്മൾ അധികം കരുതുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയും അനുമോദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത്. എൻ്റെ കർത്തവ്യം ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും നന്ദി പറഞ്ഞേക്കുക എന്നുള്ളതാണ്. ആ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് വളരെയധികം പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തിന്. എങ്കിലും ഇന്നാണ് ആകെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി സമയം മാറ്റിവെക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ കട്ടപ്പന ദേവാലയത്തിൽ എത്തിച്ചേർന്ന് നമുക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുവാനായിട്ട് എഴുന്നള്ളി വന്ന പിന്നെ തിരുവനന്തപുരത്തിനോടുള്ള കൃത്യമായ നന്ദി സ്നേഹവും വളരെ ഭക്തിയാദപൂർവ്വം ഞാൻ തിരുവനന്തപുരത്തിൻ്റെ ഭാഗത്തിൽ സമർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വളരെ കഷ്ടം സഹിച്ച് ഇന്നലെയും ഇന്നുമായി നമ്മുടെ ഇടുക്കി ഭദ്രാസനത്തിലെ എല്ലാ പള്ളികളെയും അതുപോലെ ദുരിതം അനുഭവിക്കുന്ന ആളുകളെയും ഭവനങ്ങളെയും ഒക്കെ കണ്ടറിയുവാനായിട്ട് ഐക്കോണിൻ്റെ പ്രതിനിധിയായിട്ട് ബഹുമാനപ്പെട്ട രാജേഷും അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും വളരെ കഷ്ടമായ പ്രയാസം സഹിച്ച് ഇവിടെ എത്തി നമ്മുടെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ഇനിയും മറ്റ് ഭവനങ്ങളൊക്കെ സന്ദർശിക്കുവാനും അതുപോലെ ദേവാലയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ദേവാലയങ്ങളൊക്കെ കാണുവാനും അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനും കുടുംബാംഗങ്ങൾക്കും ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കണ്ട് ഈ സഹായം നൽകുവാനായിട്ട് മനസ്സായി കൃത്യമായിട്ട് നന്ദിപൂർവ്വം ഓർക്കുകയും വന്നതിനുള്ള സന്തോഷവും അറിയിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവരും നന്ദി സ്നേഹവും കൃത്യമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ആശംസാ പ്രസംഗം നടത്തി ബഹുമാനപ്പെട്ട CK സാറ്, ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട KS അഗസ്റ്റിൻ, നമ്മുടെ ഭദ്രാസനത്തിൻ്റെ പിയോറായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ രാജകുരുവ്, ബഹുമാനപ്പെട്ട റീസജൻ, മാനേജിംഗ് കമ്മിറ്റി അംഗമായ ബഹുമാനപ്പെട്ട ജോർജാൻ, അതുപോലെ സാജൻ ജോർജ്, ബാബു കോട്ടപ്പുറം, ജോയി തറയിൽ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ സ്തോത്രം സ്തോത്രം കർത്താവേ,
പിതാവായതിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവാസു എല്ലാവരോടുകൂടെ